Hi friends, welcome to MJ Tasty World. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. കുക്കറിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചേക്കണം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലാണ് ചിക്കൻ മുറിച്ചേക്കണേ. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ സൈസിൽ തന്നെ ചിക്കൻ മുറിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് ഞാനിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വറുത്തിട്ടാണ് വെക്കണേ. അപ്പോൾ അത് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വറുക്കാണ്ടായാലും വെക്കാം. പക്ഷേ ചിക്കൻ വറുത്തിട്ട് വെക്കുമ്പോൾ അതിനകത്ത് മസാലയൊക്കെ നല്ലോണം പിടിക്കും. വറുക്കാണ്ട് വെച്ച് കഴിയുമ്പോൾ മസാലയൊന്നും അങ്ങനെ മര്യാദയ്ക്ക് പിടിക്കാണ്ട് പച്ചച്ചോക പോലെ നമുക്ക് തോന്നും. അപ്പോൾ വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റാണെങ്കിൽ നമുക്കിതൊരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും കശുവണ്ടി കിസ്മിസൊക്കെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇങ്ങനെ ഇളക്കി നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വീർത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. മുന്തിരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ മുന്തിരി എല്ലാം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബോളയൊക്കെ നമുക്ക് നല്ലോണം വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സബോളയാണ്. ഞാനിവിടെ 2 സബോളയാണ് എടുത്തേക്കണേ. അപ്പോൾ സബോള വറുത്തെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. നൈസായിട്ട് അരിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് വറുത്തും കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടുക നൈസായിട്ട് അരിയുമ്പോൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇതേ അത്യാവശ്യം ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം കൂടി നല്ലോണം ഇനി ഈ ഒരു പരിവായി കഴിയുമ്പോൾ നല്ലോണം ഇളക്കി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇതേ നമ്മുടെ സബോള നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം.
ഇനി ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടിയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഞാൻ നല്ലോണം കഴുകി 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ബിരിയാണി അത്രയും നന്നാവില്ല. അപ്പോൾ ആദ്യം കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ അതുപോലെ തന്നെ ഇതേപോലത്തെ 1.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കണത്. 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സൈസ് സബോള, പിന്നെ മല്ലിയില, ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കറിലോട്ട് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം 2 കറുക്കപ്പട്ട, അതുപോലെ തന്നെ ഒരു 3 കരയാമ്പൂ, 3 ഏലക്കായ, ഒരു 2-3 കുരുമുളക്, പിന്നെ ഒരു ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്ന് വറുത്ത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചേക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സബോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടുക. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നമുക്ക് നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ കുറച്ച് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ മാഷ് ചെയ്തെടുക്കാം.
നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ തന്നെ മൂടി യൂസ് ചെയ്തിട്ട് ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്, നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാലകളെല്ലാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചേക്കണം നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണം നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നമ്മളുടെ ഇതിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നമ്മൾ അരിയിട്ട് വേവിച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ ഒരുവിധം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വേണം നമ്മൾ അരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് പതുക്കെ ഇങ്ങനെ അതിൻ്റെ പ്രഷറൊന്ന് കളഞ്ഞിട്ട് നമുക്കിതെടുക്കാം. പിന്നെ നമുക്കിത് 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഞാൻ ദേ കറക്റ്റ് 1 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊന്ന് കുറച്ച് കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ കുക്കറിന് തന്നെ ഇരുന്ന് കാണുന്നതുകൊണ്ട് നമുക്ക് കുറച്ചിങ്ങനെ ഉടഞ്ഞേക്കട പോലെ തോന്നും, പക്ഷെ കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേവി ഒന്നുകൂടി കൂടും. അപ്പോൾ നമുക്കിനി ഈ ബിരിയാണി കുക്കറിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബിരിയാണി അരി അങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം വിട്ട് തന്നെയാണ് ഇരിക്കണത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആദ്യ പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നമ്മളുടെ ഓരോ അരിയുടെയും ബ്രാൻഡ് അനുസരിച്ച് അതിന് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മിസും സബോളയൊക്കെ ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.